വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സയൻസ് ബൈ അഞ്ജലി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇമ്മ്യൂൺ സിസ്റ്റം. Immune system. The immune system is a complex network of cells, tissues and organs that work together to defend the body against harmful invaders like bacteria, virus and other pathogens. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് കുറേ സെല്ലുകളുടെയും ടിഷ്യൂവിൻ്റെയും ഓർഗൻസിൻ്റെയും ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കാണ്. അതായത് ഇതിന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് ഇൻവേഡ് ചെയ്യുന്ന ഹാംഫുൾ ഇൻവേഡേഴ്സ്, അതായത് ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള പാത്തജൻസിനൊക്കെ ഡിഫെൻഡ് ചെയ്ത് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ആരുടെ ഡ്യൂട്ടി? ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഇറ്റ് ഹാവ് എ മേജർ റോൾ. ഇറ്റ്സ് മേജർ റോൾ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് അവർ ബോഡി ഫ്രം നോൺ സെൽഫ് ആന്റിജൻ. ഓക്കെ, ഇനി ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ പല റോൾസ് ഉണ്ട്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊട്ടക്ട് അസ് ഫ്രം നോൺ സെൽഫ് ആന്റിജൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ നോൺ സെൽഫ് ആന്റിജൻ? അതുപോലെ തന്നെ സെൽഫ് ആൾട്ടേർഡ് ആന്റിജൻ. അതായത് നോൺ സെൽഫ് ആന്റിജൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന എക്സോജീനസ് ആന്റിജൻ, ഫോറിൻ ആന്റിജൻസ് അല്ലെങ്കിൽ ഫോറിൻ മോളിക്യൂൾസ് എന്ന് പറയാം. അവർ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അത് എയർ വഴിയോ അല്ലെങ്കിൽ ഫുഡ് വഴിയോ ഒക്കെയൊക്കെയുള്ള വരുന്നത്. അത് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്ടീരിയ, വൈറസ്, പിന്നെ ഫംഗസുകൾ, പാരസൈറ്റുകൾ, പിന്നെ പോളൻ ഗ്രെയിൻസ്, സീ ഫുഡ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എക്സോജിനസ് ആന്റിജൻസ് ആണ്. ഓക്കെ, ഇനി എന്താണ് സെൽഫ് ആൾട്ടേർഡ് ആന്റിജൻ? സെൽഫ് ആൾട്ടേർഡ് ആന്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എൻഡോജീനസ് ആന്റിജൻ, അതായത് നമ്മുടെ ബോഡിയിലുള്ള സെൽസ് ആണ്. പക്ഷെ ഈ ഒരു സെല്ലുകളെ കുറെ പാത്തജൻ വന്ന് ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ്, ബാക്ടീരിയൽ ഇൻഫെക്റ്റഡ് സെൽ, പാരസൈറ്റ് ഇൻഫെക്റ്റഡ് സെൽ, ഇനി ക്യാൻസർ സെൽസ്, ദേ ആർ ട്രാൻസ്ഫോംഡ് സെൽസ്. ഇപ്പൊ ഇങ്ങനെയുള്ളതൊക്കെയാണ് സെൽഫ് ആൾട്ടേർഡ് ആന്റിജൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മേജർ റോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നോൺ സെൽഫ് ആന്റിജനിൽ നിന്നൊക്കെ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ആണ് ഉള്ളത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ആക്ടിവേറ്റ് പ്രയർ ടു ആന്റിജൻ എക്സ്പോഷർ. ആന്റിജൻ എക്സ്പോഷർക്ക് മുന്നേ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ്. അത് പെട്ടെന്നായിരിക്കുള്ളൂ ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു ജനറൽ പ്രൊട്ടക്ഷൻ ആണ് അത് തരുന്നത്. ഓക്കെ, ഇനി അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിനെ തന്നെയാണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ഹൈലി സ്പെസിഫിക് ആണ്. അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ആന്റിജൻ എക്സ്പോഷറിന് ശേഷമാണ്, ആഫ്റ്റർ ആന്റിജൻ എക്സ്പോഷർ. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും. നമ്മളുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സ്ലോ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ലോങ് ടൈം പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, സ്ട്രോങ് പ്രൊട്ടക്ഷൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് ലോങ് ടൈം പ്രൊട്ടക്ഷൻ. അതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ ടൈം കാണിച്ചിട്ടുണ്ട്, ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ. അപ്പൊ പെട്ടെന്ന് ഒരു ആന്റിജൻ വരികയാണെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോക്കിയാൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വരുന്നു, അതുപോലെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് സമയത്തേക്കല്ലേ ഇരിക്കുന്നത്, ഷോർട്ട് ടൈം അല്ലേ ഉള്ളൂ. അപ്പൊ ഫാസ്റ്റും ഷോർട്ടറാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതേ സമയത്ത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി നോക്കിക്കേ, ഇതിങ്ങനെ പയ്യൻ ഇങ്ങനെ വന്ന് പക്ഷെ കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ലോങ് ആണ്. അപ്പൊ ലോങ്ങർ ടൈം പ്രൊട്ടക്ഷൻ ആണ് എന്ത്? അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡീനെ ഫോറിൻ ഇൻവേഡേഴ്സിൽ നിന്ന് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്നേറ്റും ഉണ്ട്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോക്കാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ അത് ഇൻബോൺ, അതായത് നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടുന്ന നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. ആൻഡ് അവർക്ക് പല പാറ്റേൺ റെക്കഗ്നേഷൻ, ബ്രോഡ് പാറ്റേൺ റെക്കഗ്നേഷനുള്ള കഴിവുണ്ട്. അതായത് ഈ വൈറസും ബാക്ടീരിയയും അങ്ങനെയുള്ള പാത്തജൻസിലുള്ള ഓരോ പാറ്റേൺസ് കണ്ടെത്തി ഇന്ന സാധനങ്ങൾ വന്നേക്കണേന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ബ്രോഡ് പാറ്റേൺ റെക്കഗ്നേഷനുള്ള കഴിവുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് പെട്ടെന്നാണ്, ഇമ്മീഡിയറ്റ്ലി ആക്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ജനറൽ പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ആന്റിജൻ എക്സ്പോഷന് മുന്നെയാണ്. ഓക്കെ, ഇനി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കുറച്ച് കമ്പോണൻസ് നോക്കാം. ഫസ്റ്റ് ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഫിസിക്കൽ ബാരിയേഴ്സ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ആന്റിജൻ എൻട്രി ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നത്. അതിൽ കുറച്ച് കമ്പോണൻസ്, ചില കമ്പോണൻസ് എന്ന് പറയുന്നത് MALT, GALT, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? എൻഡോസൈറ്റോസൈസ്ഡ് ഫോറിൻ ആന്റിജൻ വരും, അതിനെ എന്ത് ചെയ്യും? എൻഡോസൈറ്റോസിസ് ചെയ്യും. ഓക്കെ, ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ലാർജ് സർഫസ് ഏരിയ ആയിരിക്കുള്ളൂ. അത് മാത്രമല്ല അവിടെ ആയിരിക്കുള്ളൂ മേജർ ആന്റിജൻ എൻട്രി, ഈ ഒരു സൈറ്റിലായിരിക്കുള്ളൂ മെയിൻ ആയിട്ട് ആന്റിജൻ എൻട്രി ചെയ്യുന്നത്. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മ്യൂക്കസ് മെമ്പറൈൻ. ഓക്കെ, മ്യൂക്കസ് മെമ്പറൈൻ, ഇപ്പൊ MALT, മ്യൂക്കസ് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, GALT, ഗട്ട് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. അതായത് സ്കിൻ, മ്യൂക്കസ്, സലേവ, ഡൈജസ്റ്റ്, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഡൈജസ്റ്റീവ് എൻസൈം, കണ്ണിലും തുപ്പലിലൊക്കെയുള്ള സലേവയിലൊക്കെയുള്ള ലൈസോസൈം, സീലിയ, ഹെയോസ്, പിന്നെ കുറെ കെമിക്കൽ സെക്രീഷൻസ്, ഇപ്പൊ സ്റ്റൊമക്കിലുള്ള HCl, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇന്റേണൽ ഡിഫൻസർ സെൽ. ഈ ഇന്റേണൽ ഡിഫൻസർ സെൽസ് ഉള്ളത് കൊണ്ടാണ് എന്താണ് ഈ ഒരു പാറ്റേൺ റെക്കഗ്നേഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, ഇറ്റ്സ് മേജർ റോൾ ഇൻ എഫക്റ്റീവ് റെസ്പോണ്ട്, അതായത് ആന്റിജൻ കില്ല് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് ഡ്യൂട്ടി. അപ്പൊ അതിൽ ഏതൊക്കെയാണ് ഈ ഒരു ഇന്റേണൽ ഡിഫൻസർ സെൽ നോക്കാം. ഏതൊക്കെയാണ്? മാക്രോഫേജസ്, ഡെൻഡ്രൈറ്റിക് സെൽസ്, ന്യൂട്രോഫിൽ, നാച്ചുറൽ കില്ലർ സെൽ, ഈസ്നോഫിൽ, ബേസോഫിൽ, മാസ്റ്റ് സെൽ. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇതിനൊക്കെയാണ് ഇന്റേണൽ ഡിഫൻസർ സെൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ മാക്രോഫേജസും അതുപോലെ തന്നെ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത് ദേ ആർ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്. ഓക്കെ, ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ളതാണ്, അത് ഫാഗോസൈറ്റോസിസ് ചെയ്യും. നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്നത് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇതാക്കും. ഈസ്നോഫിൽസ് എന്ന് പറയുന്നത് അത് പാരസൈറ്റ് ഇൻഫെക്ഷനായിട്ട് റിലേറ്റഡ് ആണ്. ബേസോഫിൽ എന്ന് പറയുന്നത് അലർജിക് റിയാക്ഷനായിട്ട് റിലേറ്റഡ് ആണ് ബേസോഫിൽ. അതുപോലെ തന്നെ മാസ്റ്റ് സെൽസും അതുപോലെ തന്നെ അലർജിക്കിൽ വന്നിട്ടുണ്ട്. അവര് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റീവ് റെസ്പോൺസിൽ ഇൻവോൾവ് ആണ് ഈ ബേസോഫിലും അതുപോലെ തന്നെ മാസ്റ്റ് സെൽസ് ഒക്കെ. ഇനി മൂന്നാമത്തെ കമ്പോണൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലുള്ള കമ്പോണൻസിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഫിസിക്കൽ ബാരിയേഴ്സ് പറഞ്ഞു, അതായത് പാത്തജൻ എൻട്രിയിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫിസിക്കൽ ബാരിയേഴ്സ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതാണ് സ്കിൻ, മ്യൂക്കസ്, സലേവ, ഡൈജസ്റ്റീവ് എൻസൈം, ലൈസോസൈം, സീലിയ, സ്റ്റൊമക്കിലുള്ള HCl. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിനുള്ളിൽ കുറെ ഇന്റേണൽ ഡിഫൻസർ സെൽസ് ഉണ്ട്. എക്സാമ്പിൾ ആണ് മാക്രോഫേജസ്, ന്യൂട്രോഫിൽ, നാച്ചുറൽ കില്ലർ സെൽസ്, ഈസ്നോഫിൽ, ബേസോഫിൽ, മാസ്റ്റ് സെൽസ്, ഇതൊക്കെ ഉണ്ട്. ഇനി ഇത് കൂടാതെ കുറെ ബ്ലഡ് പ്രോട്ടീൻസുകൾ ഉണ്ട്. നമ്മുടെ ബ്ലഡിൽ ധാരാളം കോംപ്ലിമെന്റ് പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ഇൻആക്റ്റീവ് ഫോമിലാണ് ഉള്ളത്. ഇന്റർഫെറോൺസ് ഉണ്ട്, ഡിഫെൻസിൻസ് ഉണ്ട്, സലേവയിലും ടിയേഴ്സിലുള്ള ലൈസോസൈംസ്, ഇതൊക്കെ ബ്ലഡ് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഫോറിൻ മോളിക്യൂൾസ് അവരെയൊക്കെ എൻറ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ തന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അഡാപ്റ്റീവ് ഉണ്ട്. ഇന്നേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് നോൺ സ്പെസിഫിക് ആണ്. ആന്റിജൻ എക്സ്പോഷന് മുന്നേ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജനറൽ പ്രൊട്ടക്ഷൻ തരും. അതേസമയത്ത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹൈലി സ്പെസിഫിക് ആണ്. ആന്റിജൻ എക്സ്പോഷന് ശേഷമാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സ്ലോ ആയിരിക്കുള്ളൂ, പക്ഷേ സ്ട്രോങ് പ്രൊട്ടക്ഷൻ ആണ് അതിന്ന് തരുന്നത്. ഇനി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആണ്. അത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്, നോൺ സ്പെസിഫിക് ആണ്. ഇനി അതിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് കുറെ ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ ഇന്റേണൽ ഡിഫൻസർ സെൽസ്, ഏതാണ്? ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ, മാസ്റ്റ് സെൽസ്, ഇങ്ങനെയുള്ള കുറെ ഇന്റേണൽ ഡിഫൻസർ സെൽസുകൾ പ്രസന്റ് ആണ്. അതുകൂടാതെ എന്തുണ്ട്? കുറെ ബ്ലഡ് പ്രോട്ടീൻസ്, ഇന്റർഫെറോൺസ്, ഡിഫൻസിൻസ്, ലൈസോസോം പോലുള്ള ബ്ലഡ് പ്രോട്ടീൻസ് പ്രസന്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ ഒരു ബ്രോഡ് പാറ്റേൺ റെക്കഗ്നേഷൻ നടത്തുന്നത് നോക്കാം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറെ റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് പാറ്റേൺ റെക്കഗ്നേഷൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ്, ദേ ആർ ഓൾസോ കോൾഡ് ആസ് ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് ഈ ബാക്ടീരിയയിലും വൈറസിലും ഉള്ള ഓരോ പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ പെപ്റ്റിഡോഗ്ലൈക്കൺ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലുള്ള പെപ്റ്റിഡോഗ്ലൈക്കണിനെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ലിപ്പോപോളിസാക്രൈഡ്സ്, ഇതുപോലത്തെ ഓരോ പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല ഇപ്പൊ PAMP എന്ന് വെച്ചാൽ ഇത് PAMP എന്ന് പറഞ്ഞാൽ പാത്തജൻ അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേണിനെയാണ് PAMP എന്ന് പറയുന്നത്. DAMP എന്ന് പറഞ്ഞാൽ ഡാമേജ് അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഈ ഒരു PAMP, DAMP ഇങ്ങനെയുള്ള പാറ്റേൺസിനെ ആര് റെക്കഗ്നൈസ് ചെയ്യും? ഇതുപോലുള്ള ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ് ഇങ്ങനെയുള്ള പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, ഇപ്പോ പാറ്റേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ബാക്ടീരിയയിലുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ, ലിപ്പോപോളിസാക്രൈഡ്സ്, ഇനി ഫ്ലജല്ല, പിന്നെ എന്താണ് ഫ്ലജല്ല, സൈമോജൻസ്,
ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മളുടെ സെൽസിലില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊന്നും നമ്മളുടെ സെൽസിലുള്ള സാധനങ്ങളല്ല. ഇതൊക്കെ പാത്തജൻസ്, വൈറസും ബാക്ടീരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഓർഗാനിസത്തിൽ കാണുന്ന ഇതാണ് പാറ്റേൺസ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യും. ഇതിനെയാണ് ബ്രോഡ് പാറ്റേൺ റെക്കഗ്നേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് പ്രൈമറി ഡിഫൻസ് സിസ്റ്റം. ഇത് ഓൾ ടൈം ആക്റ്റീവ് ആണ്. പിന്നെന്താണ്, ഇതൊരിക്കലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഇതുവഴി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വഴി നമുക്ക് ഒരിക്കലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ ഉള്ളത്. താങ്ക് യു.